ഇത് അഗ്രിമെന്റ് സർ സഞ്ജയ്. ഇനി കുട്ടി എവിടെ സഞ്ജയ്? റെഡി ആയിരിക്കുവാണോ നീ? നിന്നെ അന്ന് കണ്ടപ്പോ തൊട്ട് എനിക്ക് നിന്നെ സ്വന്തമാക്കണമെന്ന് ഒരു മോഹം ഉണ്ടായിരുന്നു. കാണുന്നതെല്ലാം സ്വന്തമാക്കി ശീലമുള്ള നിങ്ങൾക്ക് ഈ നിസ്സാരയായ ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ എന്ത് ബുദ്ധിമുട്ട് അല്ലേ? നിന്ന് പ്രസംഗം നടത്താതെ വാ ഇവിടെ. നിങ്ങൾക്ക് ശരീരത്തെ സ്വന്തമാക്കാൻ മാത്രമേ സാധിക്കൂ. എന്റെ മനസ്സിൽ നിങ്ങളോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ എനിക്ക്. നീ ദേഷ്യപ്പെട്ടുമ്പോഴും എന്ത് സൗന്ദര്യമാണ് നിനക്ക്. സോ ടേസ്റ്റി. ഇനി നീ എന്റെ സ്വന്തം. എനിക്ക് ശരീരമായി വേദനിക്കുന്നു. ഞാൻ നീ എഴുന്നേറ്റോ? വാ, ഒരുമിച്ച് ഫ്രഷ് ആകാം. ഇല്ല, നിന്നോട് വരാനാ പറഞ്ഞത്. എനിക്ക് വയ്യ. ഡീ വരാൻ. പ്ലീസ്, എനിക്ക് വയ്യ. എന്നെ ഒന്ന് വെറുതെ വിട്. ഇല്ല, നീ സൈൻ ചെയ്ത എഗ്രിമെന്റിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് കണ്ടില്ലായിരുന്നു. അടങ്ങി നിൽക്കടി അവിടെ. അപ്പൊ അതും നമുക്ക് സ്വന്തം അല്ലേ? സാറിനിപ്പോ നല്ല രാശിയാ. ആ പെങ്കുച്ച് വന്നപ്പോ മുതലായതെല്ലാം. ഇത് അവിടെ ഐശ്വര്യം കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടാ. അയ്യോ മോളെ, എന്ത് പറ്റി? ആന്റി, എനിക്ക് വയ്യ. ആകെ വേദനിക്കുന്നു. മോൾ എങ്ങനെ അയാളുടെ കയ്യിൽ പെട്ടു? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതാ ഞാൻ. പോട്ടെ, ഇവിടെ വരുന്ന പെൺകുട്ടികൾക്ക് എല്ലാം ഇതാണ് വിധി. പിന്നെ അയാൾ ഇതുവരെ ഒരു പെൺകുട്ടിയോടും ഇതുപോലെ ചെയ്തിട്ടില്ല. മോളെ മാത്രം. അത് പോട്ടെ, ഞാൻ പെയിൻ കില്ലർ തരാം. മോൾ ഇവിടെ ഇരിക്കും. സാർ വന്നെന്ന് തോന്നുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? പോയി എനിക്ക് എന്റെ ഡ്രിങ്ക് സെറ്റ് ചെയ്യും. എന്നിട്ട് റെഡി ആയിരിക്കും. ഞാൻ ഫ്രഷ് ആയി പോരും. അത് ഞാൻ റെഡിയായോ നീ? അത് ഡ്രിങ്കിങ് എന്താ? ഇതിട്ടുണ്ടോ? ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ നീ നന്നായി സാറ്റിസ്ഫൈ ചെയ്യണം. അത് ഞാൻ എനിക്ക് എന്താന്ന് താളം ചവിട്ടുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? അത് പിന്നെ എനിക്കിന്ന് വയ്യ. എന്താ കാര്യം? എനിക്ക് നല്ല പെയിൻ ഉണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. സർ പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. നിനക്ക് പെയിൻ മാറിയ പോലെ വാ. സർ വേണ്ട വേണ്ട, പ്ലീസ്. വാടി. പ്ലീസ് പ്ലീസ്. അയ്യോ, എപ്പോ? മോളെ, എന്താ ആന്റി? അഗസ്ത്യ സാറിന് ഒരു ആക്സിഡന്റ് പറ്റി. എന്നോട് ചെയ്തതിനുള്ള ശിക്ഷയാ അയാൾക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. മോളെ, ഇതാണ് നല്ല ടൈം. മോൾ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടുക. ബാക്കി ഞാൻ നോക്കിക്കോളാം. ചെല്ല. ഇപ്പോ എങ്ങനെയുണ്ടോ ഡോക്ടർ?
കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്പൈനൽ ഇഞ്ചറി ഉള്ളത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് കാണും. പ്രാഥമിക കാര്യങ്ങൾക്ക് വരെ ആരുടെയും ഹെൽപ്പ് കൂടിയേ തീരും. അതിനിപ്പോ ആരുമില്ലല്ലോ. അഗസ്റ്റ്യ സാറിന്റെ വീട്ടിലോട്ടാണെന്ന് പറഞ്ഞ ഒരു ഹോം നേഴ്സും വരില്ല. ഇതൊക്കെയാണ് ടാബ്ലറ്റ്സ്. ഓക്കെ. ആ, ദേ ആള് വന്നല്ലോ. ഇതാണല്ലേ താൻ റെഡിയാക്കിയ ഹോം നേഴ്സ്? നല്ല കുട്ടിയാകട്ടോ. ഹോം നേഴ്സ് ഒരാഴ്ച കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം. ഞാൻ വരട്ടെ. മോളെ നീ വൈക സാറിന്റെ ഹോം നഴ്സ്. കൂടുതൽ സിമ്പതിയും സെന്റിമെന്റ്സും ഒന്നും വേണ്ട. എനിക്ക് വേണ്ട. എന്താ വേണ്ടാത്തെ? മെഡിസിൻ കഴിക്കാനുള്ളതാ. ഇതെന്നെ കഞ്ഞിയോ? ഈ കഞ്ഞി കുടിച്ച് എനിക്ക് മടുത്തു. നീ ആ സ്കോച്ചിലെ ഒരു പേക്ക് ഒഴിക്ക്. ഇല്ല, ഇപ്പൊ നിങ്ങൾക്ക് സ്കോച്ച് അല്ല ആവശ്യം, മരുന്ന്. ആദ്യം ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്, എന്നിട്ടാട്ടെ സ്കോച്ചുന്നത്. ഇത് കഴിച്ചാൽ വേഗം ഭേദമാകും, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കിടക്കും. ഇങ്ങ് കൊണ്ടുപോവാ. പതുക്കെ. എനിക്ക് നടക്കാൻ അറിയാം, നീ എന്നെ പഠിപ്പിക്കണ്ട. മെഡിസിൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, പതുക്കെ. നോക്കി നടക്കണ്ടേ? ഇപ്പൊ വീണേനേലോ. വൈക എവിടെ? കാടിലുണ്ട് സർ. വൈക, ഞാൻ ഇറങ്ങുമോ? മെഡിസിൻ കഴിച്ചോ? ബൈ. സർ, എന്താ? എനിക്ക് വീട്ടിൽ പോകണമായിരുന്നു. എന്താ കാര്യം? അത് അനിയത്തിയുടെ കല്യാണമാണ്. ഓ, ചേച്ചിയെ നിർത്തിയിട്ട് അനിയത്തി കിട്ടുന്നു. ഇൻട്രസ്റ്റിംഗ്. അത് അവൾക്ക് ഒരു പയ്യനെ ഇഷ്ടമായിരുന്നു. നോക്കിയപ്പോൾ ചെക്കൻ നല്ല കുടുംബക്കാരൻ. അതുകൊണ്ട് അത് നടത്താമെന്ന് തീരുമാനിച്ചു. ശരി, ഒരാഴ്ച അതിനുള്ളിൽ തിരിച്ചു വരണം. ഓക്കെ. പിന്നെ എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. കാശോ? നീ പറഞ്ഞത് കൂടുതൽ ഞാൻ നിന്റെ വീട്ടിലോട്ട് അയച്ചിട്ടുണ്ട്. ഇനി എന്തിനാ പൈസ? അത് അവര് 50 പവനാ ചോദിക്കുന്നത്. ഞാൻ കൊടുക്കാമെന്ന് അമ്മയോട് പറഞ്ഞു പോയി. ശരി, മാനേജറിനോട് ചോദിച്ചിട്ട് എത്ര വേണ്ടെന്ന് വെച്ചാ കൊണ്ടുപോ. ഒന്ന് നിന്നെ. എന്തായാലും എക്സ്ട്രാ മുടക്കുന്നതല്ലേ, അതിനുള്ളതും കൂടെ മുതലാക്കണ്ടേ? എനിക്ക് അവളെ ഒരുപാട് മിസ് ചെയ്യുന്നല്ലോ. എന്താ ഇങ്ങനെ? എന്താ സർ വിളിപ്പിച്ച്? ഡോ, എനിക്ക് എന്തോ ഒരു മിസ്സിങ്. സാറിന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് സെറ്റ് ചെയ്യും. അപ്പോഴേക്കും വേണ്ടത് സാറിന്റെ മുമ്പിലെത്തും. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ പെണ്ണ്. എന്നാ ഞാൻ പോട്ടെ സാർ. എൻജോയ്. ശരി ശരി. നീ ഒരു പേക്ക് എടുക്ക. ഇപ്പൊ എടുക്കാം സാർ. എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു സാറിൻ്റെ കൂടെ ഒരു നൈറ്റ്. സാർ. നിന്റെ പേരെന്താ? മേദിനി. സർ, യു ആർ സോ ഹോട്ട്. വൈക. എന്താ സർ? മാറി നിൽക്കുക. എന്ത് പറ്റി സർ? നിന്നോട് മാറി നിൽക്കാനാ പറഞ്ഞത്.
വെളിയിൽ പോ നീ. ഓക്കെ ഓക്കെ സാർ. വൈക, നീ